അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ മുർസലിൽ അമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പൂതപ്പാറ സലഫി മസ്ജിദിൻ്റെ ആഭിമുഖ്യത്തിൽ ഖുർആൻ ലേണിംഗ് സ്കൂൾ പഠിതാക്കളുടെ കുടുംബ സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വഹുവല്ലദീ ഹലക മിനൽ മാഇ ബഷറൻ ഫജഅലഹു നസബൻ വസിഹ്റ. സൂറത്തുൽ അൽ ഫുർഖാനിൽ, വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായമായ സൂറത്തുൽ അൽ ഫുർഖാൻ്റെ 54-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുന്നത് മനുഷ്യരെ ജലത്തിൽ നിന്ന് സൃഷ്ടിച്ചവൻ തന്നെയാണ്. നിങ്ങളെ വംശബന്ധവും വൈവാഹിക ബന്ധവും ഏർപ്പെടുത്തിയവനും അവനാകുന്നു, അള്ളാഹുവാകുന്നു എന്ന്. അപ്പോൾ കുടുംബ ബന്ധത്തിൻ്റെ മഹനീയത അള്ളാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ചതാണ്. അതേപോലെ തന്നെ സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന് വിശുദ്ധ വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിലെല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ്, വേദിയിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. കുടുംബസംഗമവുമാണ്, ഖുർആൻ പഠിതാക്കളുടെ സംഗമവുമാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലദീ ഹിയ അഖ്വം. ഏറ്റവും നന്നായതിലേക്ക്, ഏറ്റവും ചൊവ്വായതിലേക്ക് ഖുർആൻ നിങ്ങളെ നയിക്കുന്നു എന്നുള്ള ആശയം, ആദർശം ഉൾക്കൊണ്ടവരാണ് സലഫികൾ. ഇപ്പോൾ വാഷിങ്ടൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അസ്കരി എന്ന് പറയുന്ന, ഹുസൈൻ അസ്കരി എന്ന് പറയുന്ന അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ ഒരു പഠനം പ്രയോഗ ഇസ്ലാമും അനുഷ്ഠാന ഇസ്ലാമും എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പഠനം നടത്തി. അപ്പോൾ അദ്ദേഹം പറയുന്നു, മുസ്ലിങ്ങൾ അനുഷ്ഠാന കാര്യങ്ങളിൽ മാത്രമായി ഒതുങ്ങിക്കൂടുകയാണ്. പ്രയോഗ ഇസ്ലാമിൽ അപൂർവമായ ആളുകളെ ഉള്ളൂ. അതും പരമ്പരാഗത മുസ്ലിങ്ങൾ, അതായത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് മുസ്ലിം കുടുംബത്തിൽ വളർന്ന് അങ്ങനെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അനുഷ്ഠാന ഇസ്ലാമിൽ മാത്രമായി ഒതുങ്ങുകയും പുതുതായി ഇസ്ലാമിലേക്ക് വരുന്നവർ, ഇസ്ലാമിനെ അവർ പഠിക്കും, കാരണം അവർക്ക് പഠിച്ചേ പറ്റൂ. അവരെ 1 മുതൽ ഇസഡ് വരെ, A to Z വരെയുള്ള കാര്യങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച് പുതിയതായി മതത്തിൽ വരുന്ന ആളുകൾ പ്രയോഗ ഇസ്ലാമിൽ അനുഷ്ഠാന ഇസ്ലാമിനേക്കാൾ, അല്ലെങ്കിൽ അങ്ങനെ അനുഷ്ഠിക്കുന്ന മുസ്ലിങ്ങളെക്കാൾ കൂടുതലായിട്ട് അവർ മുന്നിൽ നിൽക്കുന്നു. അത് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ന്യൂസിലാൻഡാണ്, അല്ലെങ്കിൽ ഒരു വിദേശ മറ്റ് രാജ്യങ്ങളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്നും ആ പഠനത്തിൽ പറയുന്നു. എന്തുകൊണ്ട്? എന്താണ് അനുഷ്ഠാന ഇസ്ലാം? നിങ്ങൾക്കറിയാം. നമ്മൾ ആദ്യത്തെ കലിമത്ത് തൗഹീദ്, 5 നേരത്തെ നമസ്കാരം, പിന്നെ അതുമായി ബന്ധപ്പെട്ടതോ അല്ലാത്തതുമായ സുന്നത്ത് നമസ്കാരങ്ങൾ, റംദാൻ മാസത്തിലെ നൊയമ്പ്, തിങ്കളും വ്യാഴവുമുള്ള നൊയമ്പുകൾ, അല്ലാതെ വരുന്ന നൊയമ്പുകൾ, ഹജ്ജ്, സക്കാത്ത്. ഇതിനപ്പുറം, അപ്പോൾ ഈ അനുഷ്ഠാന ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യൻ അവൻ്റെ നഫ്സിനോട് ചെയ്യേണ്ട ബാധ്യതകളാണ്. പക്ഷെ പ്രയോഗ ഇസ്ലാം എന്ന് പറയുമ്പോൾ അവൻ്റെ സമൂഹത്തിൽ സഹജീവികളോട് അനുഷ്ഠിക്കേണ്ട ബാധ്യതാ നിർവഹണത്തിൽ മുസ്ലിങ്ങൾ പിന്നോട്ട് പോകുന്നു. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. അത് ചൈനയിലെ ഒരു കച്ചവടക്കാരൻ്റെ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. മുസ്ലിം കച്ചവടക്കാർ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബ്രാൻഡുകളുടെ വ്യാജ സ്റ്റിക്കറുകൾ ചൈനയിലെ കച്ചവടക്കാരിൽ നിന്നും പ്രിൻ്റ് ചെയ്ത് ഈ സാധനങ്ങൾ, ഈ സെക്കൻഡ് ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റുള്ള സാധനങ്ങൾ വിറ്റഴിക്കുന്നു. അപ്പോൾ നമ്മൾ കേൾക്കാറുള്ള അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ സ്റ്റിക്കറാണ് അതിലൊട്ടിക്കുക, യാതൊരു വ്യത്യാസവുമില്ല. നിങ്ങളൊക്കെ ചിലപ്പോൾ വാട്സപ്പിൽ ചിലപ്പോൾ ഈ ഒരു മെസ്സേജ് വായിച്ചറിഞ്ഞവരായിരിക്കാം. വർഷാവസാനമായപ്പോൾ ഈ ചൈനീസ് കച്ചവടക്കാരൻ ഈ മുസ്ലിങ്ങളായ കച്ചവടക്കാരെ ഒരു പാർട്ടിക്ക് വിളിച്ചു. പാർട്ടിക്ക് വിളിച്ചപ്പോൾ കോഴി വിളമ്പി, ചിക്കൻ. അപ്പോൾ ചോദിക്കുകയാണ്, ഇത് ഹലാലാണോ? ഈ ചിക്കൻ കറി ഹലാലാണോ എന്ന് ചൈനീസ്
വ്യാപാരിയോട്, മുസ്ലിങ്ങളായ വ്യാപാരികൾ ചോദിച്ചപ്പോൾ ചൈനീസ് വ്യാപാരി തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഈ വ്യാജ സ്റ്റിക്കർ അടിച്ച് ഉന്നത ഗുണനിലവാരം ഉണ്ട് എന്ന് വ്യാജേന പറഞ്ഞ് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ഇസ്ലാമികമാണോ? അവിടെയാണ് ഒരിടത്ത് പ്രായോഗിക ഇസ്ലാം, ഒരിടത്ത് അനുഷ്ഠാന ഇസ്ലാം. മാംസം ഭക്ഷിക്കുമ്പോൾ അത് ഹലാലാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ നാമം ചൊല്ലണം, അത് അറുക്കണം, അത് ചെയ്തോ എന്നാണ് ചോദിച്ചത്. പക്ഷേ ഇവിടെ കച്ചവടത്തിൽ അതില്ല. അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതവും സമൂഹ ജീവിതവും രണ്ടായി പോകുന്നു. അതിന് പ്രധാന കാരണം നമ്മൾ ഇസ്ലാമിനെ പരമ്പരാഗതമായി കാണുന്ന രീതിയിൽ, കേൾക്കുന്ന രീതിയിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എങ്ങനെ അനുഷ്ഠിച്ചു, അല്ലെങ്കിൽ നമ്മുടെ പള്ളി മെമ്പറുകളിൽ നിന്നേക്കുന്ന കുത്തുബകൾ, പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ എങ്ങനെയാണോ അതിന് മാത്രം ഒപ്പിച്ചു പോകുന്നത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും ഇസ്ലാമിൻ്റെ ആ വ്യക്തിത്വം, അത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും ഒക്കെ അത് ഉൾക്കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇസ്ലാമിൻ്റെ ഈ മനോഹാരിത, ഇസ്ലാമിൻ്റെ ഈ ലാളിത്യം, ഇസ്ലാമിൻ്റെ ഈ സഹവർത്തിത്വം, സമഭാവന, സാഹോദര്യം എന്നുള്ള ഉദാത്തമായ ഉത്കൃഷ്ടമായ ആദർശങ്ങൾ മറ്റ് ഇതര സമൂഹങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പം നമ്മൾ ഖുർആൻ പഠിതാക്കൾ ഇപ്പോൾ ഒട്ടേറെ വചനങ്ങളുടെ അർത്ഥവും അതിൻ്റെ അവതരണ പശ്ചാത്തലവും വ്യക്തമായും കൃത്യമായും നമ്മൾ മനസ്സിലാക്കിയവരാണ്. അത് അന്നത്തെ അറബികൾക്ക് വേണ്ടി മാത്രം ഇറക്കിയതല്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ബിസ്മീം പറഞ്ഞ് കള്ളു കുടിച്ചാൽ ഹലാലാകുമോ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ കച്ചവട രംഗത്തുള്ള ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇവിടെ അന്ന് മക്കയിലെ മുശ്രിക്കുകൾക്ക് അല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിച്ചവർക്ക് വേണ്ടി മാത്രം ഇറങ്ങിയതല്ല. ലോകാവസാനം വരെ, ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ലോകാവസാനം വരെ മുസ്ലിങ്ങളായ സത്യവിശ്വാസികളായ ആളുകൾ പുലർത്തേണ്ട മര്യാദകളും സംസ്കാരവുമാണ് 6200 വരുന്ന ഖുർആൻ വചനങ്ങളിലൂടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗനസമ്മതങ്ങളിലൂടെ, അനുമതി നൽകിയതിലൂടെ, പ്രവൃത്തിയിലൂടെ ഒക്കെ നാം അനുധാവനം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം. കുടുംബം വീടിന് ദാറുസ്സലാം, സമാധാനത്തിൻ്റെ ഭവനം എന്ന് പേരിട്ടിട്ട് അയൽവക്കക്കാർക്ക് പോലും രാത്രി ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള അസമാധാനമാണ് ആ വീട്ടിലെങ്കിൽ എന്തർത്ഥമാണുള്ളത്? നമ്മൾ മുസ്ലിങ്ങളെന്ന് പറയുമ്പോൾ മറ്റുള്ളവരിപ്പോഴും, ലോകത്തെ ഭൂരിപക്ഷം ആളുകളും മുസ്ലിം സമുദായത്തെ, ഇസ്ലാം മതത്തെ തീവ്രതയുടെ, സദാചാരമില്ലായ്മയുടെ, നന്മയില്ലാത്തവരുടെ കൂട്ടമായി കാണുന്നു. ആ കൂട്ടത്തിലെ ചെറിയൊരു വിഭാഗമായ സലഫികളെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും ഏതോ പുത്തൻവാദികളാണ്, അല്ലെങ്കിൽ അവർ അള്ളാഹുവിനെതിരാണ്, പ്രവാചകനെതിരാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് കാണുന്നത്. നമ്മൾ പൂർണ്ണമായി ഖുർആനിനെയും ഹദീസിനെയും ഉൾക്കൊണ്ട് ജീവിച്ചു മരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പ്രവാചകനെതിരാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധനാണെന്നുള്ളൊരു പ്രചരണം. സത്യത്തിൽ യഥാർത്ഥത്തിൽ ഖുർആനിൽ നിന്നുള്ള ആദർശം അതല്ലേ ഇസ്ലാമികമായി നാം സ്വീകരിക്കേണ്ടത്? അതിനെക്കുറിച്ച് ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം അജ്ഞരാണ്, അല്ലെങ്കിൽ അവരെ അജ്ഞരാക്കപ്പെടുകയാണ്. നമ്മളൊക്കെ അത്ഭുതം കൊണ്ടിട്ടുണ്ട്. ഞാനൊരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറയും. ആദ്യമായി കേരളക്കരയിൽ അശ്ലീല വീഡിയോ പ്രചരിച്ചത് പർദ്ദയിട്ടൊരു മുസ്ലിം പെൺകുട്ടിയുടേതാണെന്ന് പറയുമ്പോൾ ഈ സമുദായം എവിടെ പോയി നിൽക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. കൃത്യമായ ഉത്ബോധനം. ഇന്നിപ്പോൾ സ്ത്രീകളെ ആരാധനാലയത്തിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും വിവാദങ്ങളും വിപ്ലവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് നാം ഉള്ളത്. നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞതാണ്, വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ച് 5 നേരവും സ്ത്രീകൾക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമില്ല. വീട്ടിലെ അവരുടെ വീട്ടുജോലി, അതുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ വരാൻ പറ്റില്ല. പക്ഷേ വെള്ളിയാഴ്ചകളിൽ കുത്തുബ കൃത്യമായി കേൾക്കുകയും സമകാലീനങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങൾ, ഇസ്ലാമികമായ വീക്ഷണങ്ങൾ അത് മനസ്സിലാക്കുകയും അതനുസരിച്ചുള്ള നിലപാടുകൾ എടുക്കുകയും അങ്ങനെ വ്യക്തിജീവിതത്തെ സംശുദ്ധമാക്കുകയും ചെയ്യേണ്ടവർ വർഷത്തിലൊരിക്കൽ നബിദിനം വരുമ്പോൾ, അല്ലെങ്കിൽ അതേപോലെയുള്ള ഏതെങ്കിലും ഒരു വിശേഷ ദിവസം വരുമ്പോൾ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പള്ളിയിൽ വരികയും അത് കേട്ടോ കേട്ടില്ലേ ഒന്നും അറിയില്ല, കുറേ കേട്ടു കുറേ കേട്ടില്ല എന്നിട്ട് മനസ്സിൽ തട്ടുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ കുത്തുബ പോലെ സമാധാനത്തോടെ പരസ്പരം സംസാരിക്കാതെ
കുർത്തുബ ശ്രവിക്കണം, ശ്രദ്ധിക്കണം എന്നുള്ള കൽപ്പനയുള്ള ആ പ്രത്യേകമായ ഒരു സദസ്സിലേക്ക് നമ്മുടെ സ്ത്രീകൾ കടന്നു വരാത്തതിൻ്റെ അപജയങ്ങളാണിതെല്ലാം. കല്യാണത്തിനിറങ്ങി പോവുകയാണ് സുന്ദരിയായ യുവതി. അവൾ അടിഞ്ഞൊരുങ്ങി കല്യാണത്തിന് പോകുമ്പോൾ അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരൻ പറയുകയാണ്, അയ്യോ ഇതാരാ, ഇത്തയായിരുന്നു. അപ്പോൾ അവൻ എന്താ അങ്ങനെ ചോദിച്ചത്? ഇത്ര സുന്ദരിയാണോ? ഞാൻ ഇത്രയും സൗന്ദര്യവതിയായിട്ട് ഞാൻ ഇത്തയെ കണ്ടിട്ടില്ലല്ലോ. ഇത്ത ഇപ്പോൾ പിന്നെ ഉടുത്തൊരുങ്ങി ഇറങ്ങിയപ്പോൾ എന്ത് സൗന്ദര്യമാണ്. അപ്പോൾ പെട്ടെന്ന് ഇത്തയുടെ മനസ്സിലേക്ക്, വിവാഹം കഴിഞ്ഞ് 10-15 വർഷമായി, എൻ്റെ ഭർത്താവ് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ സുന്ദരിയാണ്. അപ്പോൾ വൈകിട്ട് ഇവരുടെ മനസ്സിൽ ഇതിങ്ങനെ തികട്ടുകയാണ്. വൈകിട്ട് അവനെ വിളിക്കുന്നു, എടാ നീ എന്താ അങ്ങനെ പറഞ്ഞ, ഉള്ളതാണോ, നീ എന്നെ കളിയാക്കി പറഞ്ഞതാണോ? ആവശ്യമില്ലാത്ത ചില ബന്ധങ്ങളുടെ തുടക്കം അവിടെയാണ്. ഉച്ചയ്ക്കൊരു മിസ് കോൾ അല്ലെങ്കിൽ വാട്സാപ്പിലൊരു മെസ്സേജ്, ഭക്ഷണം കഴിച്ചോ? പെണ്ണുങ്ങളുടെ മനസ്സിൽ ഒരു വല്ലാത്തൊരു അനുഭവം. എൻ്റെ ഭർത്താവ് ഇത്രയും നാളായിട്ട് എന്നോട് ചോദിച്ചിട്ടില്ല നീ ഭക്ഷണം കഴിച്ചോ. അയാൾ മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന വെയിലിൽ അയാൾ ഭക്ഷണം പോലും കഴിക്കാതെ നിങ്ങളിവിടെ നാട്ടിൽ സമ്പന്നതയോടെ അഭിമാനത്തോടെ ജീവിക്കുവാനുള്ള പ്രയത്നത്തിലാണ്. അയാൾക്കറിയാം മാസാമാസം കൃത്യമായി പൈസ അയച്ചു തരുന്ന അയാൾക്കറിയാം നിങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, ഉച്ചയ്ക്ക് നിങ്ങൾ ഊണ് കഴിച്ചോ, വൈകിട്ട് കാപ്പി കുടിച്ചോ, രാത്രിയിലുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കുരുക്കുകളിലേക്ക് പോകുന്നതാണ് വലിയ അപകടത്തിലേക്ക് പോകുന്നത്. ഭാര്യയെ കൊല്ലാൻ ഭർത്താവിൻ്റെ കൊട്ടേഷൻ, ഭർത്താവിനെ കൊല്ലാൻ ഭാര്യയുടെ കൊട്ടേഷൻ. ഈയിടയ്ക്ക് ഞാൻ വായിച്ചു, കണ്ണൂരിൽ കൈക്കുഞ്ഞുമായി വന്ന മുസ്ലിം യുവതി വഴിയിൽ വെച്ച് ആ ബൈക്ക് തടഞ്ഞു നിർത്തി വേറൊരുത്തൻ്റെ കൂടെ കയറിപ്പോയി എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ഇങ്ങനെ? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, വിശുദ്ധ ഖുർആൻ ഇന്നല്ലാഹ കാന അലൈക്കും റക്കീബ, എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരായത്ത്. അതേപോലെ മുൽക്ക് അതിൽ 13-ാമത്തെ വചനം പറയുന്നു, വഅസിറു ഖൗലക്കും ഔ ജിഹ്റു ബിഹി ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. ഞാനത് നമ്മുടെ കൗമാരക്കാരായ കുട്ടികളെ സംബന്ധിച്ചാണ് എനിക്ക് ആയത്ത് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് മൊബൈലിൽ വീട്ടിൽ സംസാരിക്കുന്നത് വളരെ പതുക്കെയാണ്. ചിലപ്പോൾ ഇഷ്ടപ്പെട്ട പുരുഷൻ വിളിക്കുമ്പോൾ വീട്ടുകാരറിയില്ല, എവിടെയെങ്കിലും അത് ഒളിപ്പിച്ച് വെച്ചിട്ട് അതിനകത്തുനിന്ന് വൈബ്രേഷൻ അടിക്കുമ്പോൾ ഫോൺ എടുത്ത് ഒന്നുകിൽ ബാത്റൂമിൽ കയറി വെള്ളം തുറന്നു വെച്ച് പതുക്കെ സംസാരിക്കുകയാണ്. ആ കുട്ടികൾ അറിയണ്ടേ സർവാധിനാഥനായ പടച്ചതമ്പുരാൻ അതെല്ലാം അറിയുന്നുവെന്ന്. വാസിറു കൗലക്കും, നിങ്ങൾ നിങ്ങളുടെ സംസാരം ഉറക്കെയാക്കിക്കോ, അവിജിഹറു ബിഹി, നിങ്ങൾ പതുക്കെയാക്കിക്കോ എന്ന് പറയുന്നതാണ് ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. നിങ്ങളിത് പതുക്കെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ്, നിങ്ങളുടെ മനസ്സുകളിൽ എന്താണ്, അതറിയുന്ന ഒരു നാഥനുണ്ട്. ആ നാഥനെ പരിചയപ്പെടുത്തുന്ന മതമാണ് ഇസ്ലാം. ഇവിടെ നമ്മളെ കളിപ്പിക്കാം, മാതാപിതാക്കളെ നിങ്ങളുടെ മുറിയുടെ സ്വകാര്യതയിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ മാതാപിതാക്കളെ നിങ്ങൾക്ക് പറ്റിക്കാം. വീട്ടിൽ നിന്ന് നിങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മാതാപിതാക്കളെ പറ്റിക്കാം. പക്ഷേ സർവാധിനാഥനായ പടച്ചതമ്പുരാനെ നിങ്ങൾക്ക് പറ്റിക്കാൻ കഴിയില്ല. അത് പറയുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, എനിക്ക് ഈ പ്രസംഗം പൂർത്തിയാക്കാൻ കഴിയുമോ എന്നെനിക്കുറപ്പില്ല. രാവിലെ നമ്മൾ എക്സർസൈസൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, കണ്ടാൽ നല്ല ആരോഗ്യവാനാണ്. എത്രയോ ആളുകൾ രാവിലെ നടന്നു പോകുന്ന ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ചെറുപ്രായത്തിൽ ഒരു 40 വയസ്സിന് താഴെ, 35 വയസ്സുള്ള ആളുകൾ, 30 വയസ്സുള്ള ആളുകൾ, 25 വയസ്സുള്ള ആളുകൾ. അപ്പം മരണമെന്ന് പറയുന്ന കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, അത് നമ്മുടെ രംഗബോധമില്ലാത്ത കോമാളിയായി, വിളിക്കപ്പെടാത്ത അതിഥിയായി എപ്പോൾ വേണമെങ്കിലും വരാം, നിഴൽ പോലെ നമ്മോടൊപ്പമുണ്ട്. അതിനുശേഷം ഉള്ള ജീവിതത്തെ സംബന്ധിച്ച് കൃത്യമായ അവബോധം, കൃത്യമായൊരു കാഴ്ചപ്പാട് നമ്മുടെ കുട്ടികളിൽ, പ്രത്യേകിച്ച് കൗമാരക്കാരായ കുട്ടികളിൽ പകർന്നു കൊടുത്തെങ്കിൽ മാത്രമേ അക്കാര്യത്തിൽ നമ്മുടെ ഖുർആൻ പഠന സംരംഭങ്ങൾ വലിയ വിജയമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ആ ഉറച്ചൊരു വിശ്വാസം ഇപ്പം തന്നെ മതമില്ല, നിരീശ്വരവാദത്തിൻ്റെ, നിർമ്മതവാദത്തിൻ്റെയൊക്കെ വലിയ പ്രചരണങ്ങളാണ്. ലോകത്തെ എത്രയോ രാജ്യങ്ങളിൽ മതമില്ല, അവിടെ മതമുള്ള നാട്ടുകളിലേക്കാൾ കൂടുതൽ ആളുകൾ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ നമുക്ക് വാട്സാപ്പുകളിൽ കാണാൻ സാധിക്കും. ആളുകളെ മതമില്ലാത്തവരാക്കുവാനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഉറച്ച വിശ്വാസം, അള്ളാഹു ഉണ്ട്, നാളെ മരണമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, നാളെ നമ്മുടെ ചെയ്തികൾക്കെല്ലാം
ഒരു ചോദ്യം ഉത്തരം ഉണ്ട്, പ്രതിഫലമുണ്ട് എന്നുള്ളൊരു ഉറച്ച വിശ്വാസം. അത് നമ്മുടെ ഖുർആൻ പഠനത്തിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മളിത് പഠിച്ചു പോകുമ്പോൾ നമ്മുടെ സഹപാഠികളായ മുസ്ലിം കുട്ടികൾ അവരിലേക്കും നമ്മളിത് എത്തിക്കണം. അത് എതിർലിംഗത്തിലോട്ട് വേണ്ട, ഇതിൽപ്പെട്ടവരോട് വേണ്ട. സൂറത്തുൽ ബഖറ 221 അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അവിശ്വാസികളായ അല്ലെങ്കിൽ സത്യവിശ്വാസികളല്ലാത്തവരുമായി അവർ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അത് കഴിഞ്ഞ് പറഞ്ഞൊരു കാര്യമാണ് വളരെ ശ്രദ്ധേയം. പഠിക്കുന്ന കുട്ടികൾ വലൗ ആജബത്തക്കും അല്ലെങ്കിൽ വലൗ ആജബക്കും, എത്രത്തോളം കൗതുകമുണ്ടായിരുന്നാലും ശരി അവരോട്, നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ ആകട്ടെ, അവർക്ക് ചില മേഖലകളിൽ വലിയ കഴിവ് തെളിയിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ പഠന മേഖലയിൽ 100-ൽ 100 മാർക്കും വാങ്ങി, വളരെ സങ്കീർണമായ മതമാറ്റിക്സ് പോലെയുള്ള വിഷയങ്ങളിൽ 100-ൽ 100 മാർക്കും വായിക്കുന്ന കുട്ടികളുണ്ടാകും. പ്രസംഗിക്കാൻ കഴിവുള്ളവരുണ്ടാകും, പാട്ടുപാടാൻ കഴിവുള്ളവരുണ്ടാകും. അതേപോലെ പല മേഖലകളിലും കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് അവരോട് ചെറിയൊരു അടുപ്പം, ഒരു കൗതുകം, അതാണ് അള്ളാഹ് പറഞ്ഞത്. ഒരു എത്ര കൗതുകം ഉളവാക്കിയാലും ശരി നിങ്ങൾ ഒരു പരിധി വിട്ട ബന്ധത്തിന് നിങ്ങൾ പോകണ്ട. ആ പരിധി വിട്ട ബന്ധങ്ങളുടെ തുടക്കം നമ്മുടെ കണ്ണുകളാണ്. യഅലമു ഹാഇനത്തുൽ അയുനി വമാ തുഹിസ് സുദൂർ, നമ്മുടെ കട്ടുനോട്ടങ്ങളെ. അപ്പം അങ്ങനെ ഇഷ്ടമുള്ള ഒരാളോട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ പോലും അത് അള്ളാഹു അറിയുന്നു, അത് രേഖപ്പെടുത്തി വെക്കപ്പെടുന്നു എന്നുള്ള ഉത്തമവും ഉറച്ചതുമായൊരു വിശ്വാസം നമ്മളുണ്ടാകേണ്ടതുണ്ട്. അതേപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പാലിക്കേണ്ട ചില ബാധ്യതകളുണ്ട്. ഭർത്താവ് ബാത്റൂമിൽ പോകുമ്പോൾ മൊബൈൽ കൂടെ കൊണ്ടുപോകേണ്ട കാര്യം എന്താ? അങ്ങനെ ഉണ്ടോ? ഭാര്യയുടെ മൊബൈലും ഭർത്താവിൻ്റെ മൊബൈലും അത് ഇവിടെ ഞാൻ പോയാൽ അത് എൻ്റെ മേശപ്പുറത്തിരിക്കണം. എൻ്റെ സംശയം എൻ്റെ ഭാര്യയ്ക്കുണ്ടെങ്കിൽ അവളെടുത്ത് നോക്കട്ടെ. അപ്പോൾ എന്തോ എനിക്ക് മറയ്ക്കാനുള്ളത് കൊണ്ടല്ലേ ഞാൻ ബാത്റൂമിൽ പോകുമ്പോഴും ഇതിനെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഹുന്ന ലിബാസുല്ലക്കും അന്തുൽ ലിബാസുല്ല ഹുന്ന, പരസ്പരം വസ്ത്രങ്ങളാണ്. അവർ തമ്മിൽ വേറൊരു മറവും ഇല്ല, ഒരു കാര്യത്തിലും രഹസ്യങ്ങളില്ല. പല വിവാഹമോചന കേസുകളും മുന്നിൽ വന്നിട്ടുള്ളത് ഈ ഒരു മൊബൈൽ കാരണമാണ്. ഭർത്താവ് മൊബൈൽ സ്ഥിരമായി ബാത്റൂമിൽ പോകുമ്പോഴും കൂടെ കൊണ്ടുപോകുന്നു. ഭാര്യയ്ക്ക് സംശയം, അവരെടുത്തു നോക്കി. അപ്പോൾ അവരുടെ സംശയം ശരിയായിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ളൊരു ഉദ്യോഗസ്ഥൻ, അപ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ളൊരു യുവതിയുടെ, വിവാഹിതനാണ്, ഇഷ്ടമുള്ളൊരു യുവതിയുടെ ഫോൺ നമ്പർ മൊബൈലിൽ പിടിച്ചു വെച്ചത് മജിസ്ട്രേറ്റ് എന്നാണ്. അപ്പം ഭാര്യയുടെ മുമ്പിൽ പറ്റിക്കാൻ എന്തെളുപ്പമാണ്, മജിസ്ട്രേറ്റ് വിളിക്കുന്നു. അപ്പോൾ ഭാര്യയ്ക്ക് സംശയമില്ല, കോടതിയിൽ നിന്ന് വിളിക്കും, മജിസ്ട്രേറ്റ് വിളിക്കുന്നതല്ലേ. ഒരു ദിവസം ഇയാൾ ഇതുപോലെ ബാത്റൂമിൽ കയറിയപ്പോൾ മജിസ്ട്രേറ്റ് വിളിച്ചു, ഈ ലേഡി എടുത്തു. അപ്പോൾ മറ്റവർ ചോദിച്ചു, ആരാ സംസാരിക്കുന്നത്? അത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണല്ലോ. അതെങ്ങനെ നിങ്ങൾ ഭാര്യയാകും? ഞാനല്ലേ ഭാര്യ? മനസ്സിലായില്ലേ? അപ്പം അത് പ്രശ്നമായി. ഇയാൾ കുളിച്ചിറങ്ങുന്നതിന് മുമ്പേ മറ്റേ ഭാര്യ പറന്നവിടെ വന്നു, രണ്ടുപേരും കൂടെ അടിയായി, ഇദ്ദേഹം സസ്പെൻഷനിലായി. അപ്പോൾ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ എന്തിനാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്ര സുന്ദരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് ഒരുത്തം പറയുമ്പോൾ അവൻ്റെ മുന്നിലൊരു ഒരു ദുരുദ്ദേശമുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ചങ്കുറപ്പും ആദർശ സ്ഥിരതയും നമുക്കുണ്ടാകണം. അവൻ പറഞ്ഞു പോയിക്കട്ടെ, ഒരു അഭിപ്രായത്തിനും പോകണ്ട. ഉച്ചയ്ക്ക് നമുക്ക് ഉണ്ടോ, ഭക്ഷണം കഴിച്ചോ? നമ്മുടെ മനസ്സിലേക്ക് ഇത്രയും രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വസ്ത്രങ്ങളൊക്കെ കഴുകി ആകെ ക്ഷീണിതനായി ഇരിക്കുമ്പോഴാണ് ഈ ഒരു മെസ്സേജ്, ഭക്ഷണം കഴിച്ചോ? ഇപ്പോഴാണ് തോന്നുന്നത് ഇത്രയും കാലമായിട്ട് എൻ്റെ ഭർത്താവ്, അയാളവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം പോലും കഴിക്കാതെ അദ്ദേഹം കൊടുംവെയിലിൽ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിനെല്ലാം ഉപരിയായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴും ഈ ഇരിക്കുന്ന ഓരോരുത്തരെയും നമ്മുടെ ഈ സദസ്സ് അള്ളാഹു നമ്മളിപ്പോൾ ഇവിടെ ക്യാമറ വെച്ചത് എടുത്തുകൊണ്ടിരിക്കുക. ആ സിസ്റ്റം തന്നെ നമ്മളൊക്കെ പണ്ടത്തെ കാലത്ത് ഈ ക്യാമറ സംവിധാനവും സാറ്റലൈറ്റ് സംവിധാനവും ഒക്കെ വികസിക്കുന്നതിന് മുമ്പ് ആളുകൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നിരിക്കണം. അതെങ്ങനെ അള്ളാഹു ഇതൊക്കെ കാണും, അറിയും, അല്ലേ? ഇപ്പോൾ നമ്മൾ വാട്സപ്പ് ഓണാക്കി വെച്ചിട്ട് ഈ വിഷ്വൽ എടുത്തിട്ട് അപ്പോൾ ഒന്ന് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഇതിപ്പം അതങ്ങ് പോവുകയാണ്. അപ്പം മനുഷ്യനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെറും ഒരു വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ച് മനുഷ്യനെ ഇത്രയും കഴിവുണ്ടാക്കി കൊടുത്ത അള്ളാഹു സുബ്ഹാനഹു വ തആല, മനുഷ്യന് ഇത്രത്തോളം കഴിവുകളുണ്ടെങ്കിൽ മനുഷ്യൻ്റെ തലച്ചോറിൽ തന്നെ എത്രയോ കമ്പ്യൂട്ടറുകളിൽ ഉൾക്കൊള്ളുന്നതിനപ്പുറമുള്ള ഡാറ്റ ശേഖരിക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. കഴിഞ്ഞയാഴ്ച മനോരമയിൽ 10 മക്കളുള്ളൊരു പിതാവിൻ്റെ കഥ നിങ്ങൾ വായിച്ചു കാണും. അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കൾ 100ഓളമുണ്ട്. ഓരോ കുഞ്ഞിനെയും അദ്ദേഹം പേരെടുത്ത് വിളിക്കുമത്രേ. നമ്മുടെ സ്കൂളിലെ അധ്യാപകരും അങ്ങനെയല്ലേ, അങ്ങനെയല്ലേ? 1ാം ക്ലാസ് മുതൽ പഠിക്കുന്ന 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ഓരോ കുട്ടിയും
അവൻ്റെ പേരെന്താണ്, അവൻ്റെ മാതാപിതാക്കളാരാണെന്ന് കൃത്യമായിട്ടറിയാം. ഒരു മനുഷ്യൻ്റെ കഴിവാണ്. അപ്പോൾ സർവാധിനാഥനായ പടച്ചതമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും വളരെ വ്യക്തമായി അറിയുന്നു, മനസ്സിലാക്കുന്നു, നിരീക്ഷിക്കുന്നു എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിൽ ഓരോ ദിവസത്തെയും ഖുർആൻ പഠനം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹു യഅലമു മാ ഫി സുദൂർ. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ സംബന്ധിച്ച് ഒരു മാസ്റ്റർ കമ്പ്യൂട്ടർ വയ്ക്കുന്നു, അവരുടെ ബ്രാഞ്ചുകളിൽ ഫ്രാഞ്ചൈസികളിലെല്ലാം കമ്പ്യൂട്ടറുകൾ വയ്ക്കുന്നു. ഇപ്പോൾ റിലയൻസിൻ്റെ പമ്പ്, അവിടെ നമ്മൾ പെട്രോൾ അടിക്കാൻ പോയാൽ ഇത് മാസ്റ്റർ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് എത്ര ഡീസൽ പോയി, എത്ര പെട്രോൾ പോയി, എത്ര രൂപ വരവ് വന്നു എന്നുള്ളത് കൃത്യമായിട്ട് അപ്പം തന്നെ ഫീഡ് ചെയ്യപ്പെടുകയാണ്. ഉപമ പറയുകയല്ല, ഉദാഹരണം പറയുകയല്ല. ഇത് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഇതായി ഞാൻ പറയുകയാണ്. കാരണം അള്ളാഹുവിൻ്റെ കഴിവുകളെ സംബന്ധിച്ച് നമുക്ക് ഉപമയോ ഉദാഹരണമോ ഒന്നുമില്ല. അതേപോലെ നമ്മുടെ ഹൃദയം മിടിക്കുമ്പോൾ അത് അള്ളാഹു അറിയുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംവിധാനത്തിന് ബുദ്ധിമുട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് ഈ നന്മയുടെ വക്താക്കളാകാൻ, അതേപോലെ തന്നെ ഇപ്പോൾ കണ്ണൂർ ജില്ലയാണ് ഏറ്റവും കൂടുതൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വിപണന കേന്ദ്രമായി മാറും. നിങ്ങൾ പത്രത്തിൽ കാണുന്നുണ്ട്, പത്രത്തിൻ്റെ 3-ാം പേജിൽ 2-ാം പേജിൽ ദിവസവും നമ്മുടെ കഴിഞ്ഞ പൊതുമണിമുഴക്കിൻ്റെ അടുത്ത ദിവസം, അന്ന് എനിക്ക് തളിപ്പറമ്പിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഞാൻ DVSP വേണു, എൻ്റെ ബാച്ചാണ്, വേണുമായിട്ട് സംസാരിച്ചിട്ട് അന്ന് ഒരു 10 കിലോ കഞ്ചാവ് പിടിച്ചിരിക്കുന്നു. ഇത് നമ്മളൊരു ഉമ്മത്തൻ വസത്തൻ കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ, ഒരു മാധ്യമ സമുദായമായി, മറ്റുള്ളവർക്ക് മാതൃക, എന്നാൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നവരല്ലാത്ത, എന്നാൽ തീരെ ദൈന്യത അല്ലാത്തവരല്ലാത്ത ഒരു മധ്യമ മാർഗം സ്വീകരിച്ച് പോകുന്ന ഒരു ഉത്തമ സമുദായമായി, മാതൃകാ സമുദായമായി നമ്മൾ മാറണ്ടേ? അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒറ്റ മുസ്ലിമും ആ കച്ചവടത്തിലില്ല, അതിൻ്റെ ഉപയോഗത്തിലില്ല എന്ന് നമ്മൾ കേൾക്കുമ്പോൾ മറ്റുള്ളവർ പഠിക്കണ്ടേ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ അതിൽ പെടുന്നില്ല? അപ്പം അങ്ങനെ ഒരു ചിന്ത വരുന്നില്ല. കാരണം കുറ്റകൃത്യങ്ങളിലാണ് ഏറ്റവും വലിയ മതസൗഹാർദ്ദത്തിൻ്റെ മേഖലകൾ. എല്ലാ ജാതി മതത്തിൽപ്പെട്ട ഓരോരുത്തരുണ്ടാവും അവിടെ. അവിടെ ഒരു മുസ്ലിം നാമധാരി ഇല്ലെങ്കിൽ ആളുകൾ ചിന്തിക്കില്ല, എന്തുകൊണ്ടൊരു മുസ്ലിമിൻ്റെ പേര് ആ കള്ളനോട്ട് കേസിൽ വരുന്നില്ല, കഞ്ചാവ് കേസിൽ വരുന്നില്ല, വെൺപാണിവ കേസുകളിൽ വരുന്നില്ല, പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ മുസ്ലിമിൻ്റെ പേരില്ല, ഒരു കേസിലുമില്ല. എന്തുകൊണ്ട്? ഈയിടയ്ക്ക് നമ്മുടെ മന്ത്രി, ദേവസ്വം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഇസ്ലാമികൾക്ക് എന്തോ അവർക്കെന്തോ ഒരു അടിസ്ഥാനപരമായ ഒരു ബലമുള്ള ഒരു ഇതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, നമ്മുടെ സുധാകരൻ മിനിസ്റ്റർ അദ്ദേഹം. അപ്പം അങ്ങനെ ആളുകൾ ഇസ്ലാമിനെ പഠിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനവും സംസ്കാരവും നമ്മൾ പുലർത്താൻ ബാധ്യസ്ഥരല്ലേ? എത്രയോ കാലം മുമ്പ് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ചീട്ട് കളിക്കരുത്, നിങ്ങൾ ലോട്ടറി എടുക്കരുത്. എന്നിട്ടും നമ്മൾ, ഏറ്റവും ഉദാഹരണമാണ് നോയമ്പ് കാലത്ത്, നിങ്ങളുടെ ദേഹത്തിന് ഗുണം ചെയ്യാത്ത ദുസ്വഭാവങ്ങൾ നിങ്ങൾ വർദ്ധിക്കുന്ന പക്ഷം നിങ്ങളുടെ ഇസ്ലാം വർദ്ധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോയമ്പ് തുറക്കുന്നത് തന്നെ ബീഡി വലിച്ചിട്ടാണ്. ഇവിടെയും ഉണ്ടാകും ആളുകൾ, സലഫികൾക്കിടയിലും ഉണ്ടാകും ആളുകൾ. ഞങ്ങളുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നോയമ്പ് തുറക്കുന്നത് ബീഡി വലിച്ചാലേ അവർക്ക് തൃപ്തിയാകും. കാരണം രാവിലെ തൊട്ട് അവർ ബീഡി വലിക്കാതിരിക്കുക. ചിലർ 1 മാസത്തേക്ക് കള്ളു കുടിക്കും ഒരു ഇൻ്റർവെൽ. അങ്ങനെയുണ്ടോ? കാരണം ഇതൊരു ഇൻ സർവീസ് കോഴ്സല്ലേ. റംസാൻ മാസം വരികയാണ്, 3 മാസം കഴിയുമ്പോൾ വീണ്ടും റംസാൻ മാസം വരികയാണ്. നമ്മളിലുള്ള ദുശ്ശീലങ്ങൾ മാറ്റി നമ്മളെ കൂടുതൽ സംസ്കൃതചിത്തരാക്കാൻ, സംസ്കാര സമ്പന്നരാക്കാൻ അത്തരത്തിൽ റംസാൻ കടന്നു വരുമ്പോൾ, അത് കഴിയുമ്പോൾ ഞാൻ റംസാൻ മുമ്പ് എങ്ങനെയായിരുന്നു അതല്ല റംസാന് ശേഷം എന്ന രീതിയിൽ നമ്മൾ മാറിയെടുക്കണ്ടേ? ഇന്നമൽ ഹംറു വൽ മൈസ്റു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂ ലഅല്ലക്കും തുഫ്ലിഹൂൻ. അവിടെ ശ്രദ്ധേയമായത് പറഞ്ഞിരിക്കുന്നത് അത് ശൈത്താൻ്റെ മോശം പ്രവൃത്തി എന്നാണ്. ശൈത്താൻ്റെ ഏത് പ്രവൃത്തിയാണ് നല്ലത്? ഇപ്പം ഇന്നമൽ ഹംറു വൽ മൈസ്റു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ, റിജ്സും മിൻ അമലി ശൈത്വാൻ, ശൈത്താൻ്റെ മോശം വൃത്തിയാണ്. അപ്പോൾ എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം അള്ളാഹു പറയുന്നത്. അപ്പോൾ ധാർമ്മികമായ ബോധനങ്ങൾ ക്ലാസ്സുകളിലേക്ക് നമ്മുടെ കുട്ടികളെ, അത് നമ്മൾ ഭയക്ക് 8ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ 10ാം ക്ലാസ് പരീക്ഷയിലേക്ക് ജയിക്കാനുള്ള വ്യഗ്രതയിൽ നമ്മൾ ദീനീ വിദ്യാഭ്യാസത്തെ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുകയാണ്. നമ്മുടെ കണ്ണൂരെ പള്ളിയിൽ ഞാൻ പലപ്പോഴും കാണുന്നുണ്ട് കുട്ടികൾ, കൊച്ചുകുട്ടികൾ, 5ൽ പഠിക്കുന്ന 8ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ, 13 വയസ്സിന് താഴെയുള്ളവർ, അവരുടെ കുടുംബത്തിലോടൊപ്പം മാതാപിതാക്കളോടൊപ്പം എത്ര സന്തോഷത്തോടെ കഴിഞ്ഞുകൂടേണ്ട കുട്ടികളാണ്. അവരവിടെ വന്ന് ഹിഫ്ള് കോഴ്സിൽ പങ്കെടുത്ത്, മജീദക്കായൻ്റെ ഒരു കാര്യദർശിയാണ്, ആ ഹിഫ്ള് കോഴ്സിൽ വന്ന് ആ പള്ളിയിലെ ഭക്ഷണം കഴിച്ച് എത്ര സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി. ഞാനും ദുആ ചെയ്യാറുണ്ട് ആ കുട്ടികൾക്ക് വേണ്ടി, അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഞാൻ ഈയിടയ്ക്ക് എനിക്കൊരു വിവാഹാലോചനയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ
ഒരു ഡോക്ടറുടെ ആലോചനയ്ക്ക് വേണ്ടി ബന്ധപ്പെട്ട് പോയപ്പോൾ ഡോക്ടർ MBBS ഡോക്ടറാണ്. അപ്പോൾ അയാൾക്ക് അല്പം ലേറ്റായിപ്പോയി, പ്രായമുണ്ട്. അത് എന്താണ് പ്രായക്കൂടുതലെന്ന് അന്വേഷിച്ചപ്പോൾ പുള്ളിയുടെ വാപ്പയുടെ ഒരു ആഗ്രഹമായിരുന്നു മകനെ ഹാഫിലാക്കണമെന്നുള്ളത്. ആ മകൻ ഹാഫിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവന് തോന്നി എനിക്ക് MBBS ഡോക്ടറായാൽ കൊള്ളാം. അവൻ വെറുതെ പോയി എഴുതിയതാ. ഒരു പരീക്ഷയ്ക്കും ഒരു കോച്ചിങ് സെൻ്ററിലും പാലായിലെ ബ്രില്യൻസിലോ അതേപോലെ പ്രശസ്തമായ ഒരു സ്ഥാപനങ്ങളിലും പോയി അയാൾ കോച്ചിങ് നടത്തിയില്ല. അയാൾക്ക് എൻട്രൻസ് മെറിറ്റിൽ കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു 6000 ചില്ലുവാനോ ആയത്ത് കാണാതെ പഠിച്ച് അത്രയ്ക്ക് കഴിവ് കൊടുത്ത ആളല്ലേ അദ്ദേഹം. ആ മനുഷ്യൻ ഒരു കാര്യം വായിക്കും, ഒറ്റ പ്രാവശ്യം വായിക്കണ്ടല്ലോ, കണ്ണൊന്ന് ഓടിച്ചാൽ പോരെ. അപ്പം അത്രയും വലിയ അനുഗ്രഹം കൊടുത്ത റബ്ബ് കൊടുത്ത ഒരു മനുഷ്യൻ, അദ്ദേഹം ഇപ്പോൾ ഡോക്ടറായി സർക്കാർ സർവീസിൽ പിന്നെ MDക്ക് പോകണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഈ മതവിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് കിട്ടല്ല തരാൻ ഉദ്ദേശിക്കുന്നത്, അത് നമ്മൾ എങ്ങനെയായാലും നമുക്ക് കിട്ടും. ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അതേപോലെ ഏറ്റവും ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. കാരണം നമുക്ക് 2 ക്ലാസ് പണ്ഡിതന്മാർ 2 പേരുടെ പിന്നെ വളരെ, ഞാനങ്ങനെ പണ്ഡിതനൊന്നുമല്ല, ഞാൻ അനുഭവങ്ങളിൽ നിന്നാണ് പറയുക. ടിവിയുടെ സംസ്കാരം സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹ് വ്യക്തമായി പറയുന്നില്ലേ, വിനോദ വാർത്തകളെ വില കൊടുത്തു വാങ്ങുന്നവരെ, അള്ളാഹുവിൽ നിന്നും അവൻ്റെ സ്മരണയിൽ നിന്നും ആളുകളെ അകറ്റുന്നതിന് വിനോദ വാർത്തകളെ വില കൊടുത്തു വാങ്ങുന്നവരെ അള്ളാഹു മലക്കളും ശപിച്ചിരിക്കുന്നുവെന്ന്. എത്ര സലഫികൾ വീട്ടിൽ TV ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എത്ര സ്ത്രീകൾ നിങ്ങൾ വൈകിട്ട് സീരിയൽ കാണാതിരിക്കുന്നുണ്ട്? കറുത്ത മുത്തും അങ്ങനെ കുറേ പേരുകളുണ്ട്. കാരണം എൻ്റെ വീട്ടിലില്ല, ഞാൻ 3-4 വർഷമായിട്ട് ഈ സംഭവം TV തന്നെ നിർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ വലിയ നിർബന്ധബുദ്ധി നമ്മൾ കാണിക്കാറില്ല. നിങ്ങൾ വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു സിനിമയൊക്കെ കണ്ടോ. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ അപ്പം തീരും, 2 മണിക്കൂർ 2.5 മണിക്കൂർ കഴിഞ്ഞാൽ അത് തീരും, ശരിയല്ല. പക്ഷെ മനസ്സുകളിലേക്ക് ആവശ്യമില്ലാത്ത ജിജ്ഞാസ ഇട്ട് കൊടുക്കുകയാണ്. നാളെ എന്ത് സംഭവിക്കും, അവൻ അവളെ വിവാഹമോചനം നടത്തുമോ, ഈ കുട്ടീനെ അവൻ ഏറ്റെടുക്കുമോ എന്നൊക്കെയുള്ള ആവശ്യമില്ലാതെ ആരുടെയോ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വന്ന സാങ്കല്പിക കഥാപാത്രങ്ങളെയും കഥകളെയും ദൃശ്യവൽക്കരിച്ച് അനാവശ്യമായ വ്യാകുലതയും ആകുലതയും. സത്യവിശ്വാസികൾക്ക് അതിൻ്റെ ആവശ്യമില്ല. സത്യവിശ്വാസികൾക്ക് വേണ്ടത് നെഞ്ചുറപ്പാണ്. നിസ്കരിക്കാൻ സമയം നിശ്ചയിക്കുന്നത് അവരാ. ബാങ്ക് വിളിച്ചാൽ നമ്മൾ നിസ്കരിക്കാൻ പോകുക. കാരണം സീരിയൽ തീർന്നിട്ട് സീരിയലിൻ്റെ ഇൻ്റർവെല്ലാണ് നമ്മൾ നിസ്കരിക്കാൻ പോവുക. 5 മിനിറ്റ് കിട്ടുന്ന ഇൻ്റർവെല്ലിനകത്ത് നമ്മൾ എത്ര ആത്മാർത്ഥതയോടെ നമ്മൾ നമസ്കാരം നിർവഹിക്കാൻ പറ്റും? മനസ്സെപ്പോഴും ഇവിടെ ആയിരിക്കില്ലേ? നമ്മൾ നിസ്കരിക്കാൻ പോയാലും ടിവിയുടെ മുമ്പിലിരിക്കുന്ന വേറെ മാന്യന്മാരുണ്ടാകുമല്ലോ. ആ സൗണ്ട് ഓരോന്ന് കേൾക്കുമ്പോഴും പ്രത്യേകിച്ച് അത് മാറിയിട്ട് ആ സീരിയൽ തുടങ്ങുന്ന അവസ്ഥ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധയെല്ലാം അങ്ങോട്ടല്ലേ പോവുക. വാർത്തയും വിജ്ഞാനപ്രദമായ ചാനലുകൾ ധാരാളമുണ്ട്, അതൊക്കെ നമ്മൾ കാണണം, ഇല്ലെന്ന് പറയുന്നില്ല. ഇതിൽ നിന്ന് മുസ്ലിം സ്ത്രീകൾ ഈ ചാനൽ സംസ്കാരം വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള അനഭിലഷണീയമായ സംസ്കാരം എല്ലാ വിഭാഗം കുട്ടികളിലും, കൗമാരപ്രായക്കാരായ കുട്ടികളിൽ ഇത് വലുതായത്, പെർസെൻറ്റേജ് വർദ്ധിച്ചത് ഇത്തരത്തിലുള്ള സീരിയലുകളുടെ അതിപ്രസരം മൂലമാണ്. എല്ലായിടത്തും ഭർത്താവിനെ കൂടാതെയുള്ള പരപുരുഷ ബന്ധങ്ങളുടെ, ഭാര്യയെ കൂടാതെയുള്ള പരസ്ത്രീ ബന്ധങ്ങളുടെ കഥകളില്ലാത്ത സീരിയലില്ല. കൊച്ചുകുട്ടികൾ 7 വയസ്സ് വരെ അവൻ അനുകരണ സ്വഭാവമാണ്. അത് ശാസ്ത്രം പറയുന്നതാണ്, കുട്ടികളുടെ മനഃശാസ്ത്രം. അവൻ അനുകരണ മനോഭാവം. ആ അനുകരണ മനോഭാവം കുട്ടികളിപ്പോൾ എത്ര കുട്ടികൾ, നമ്മൾ കൊച്ചുകുട്ടികൾ പോലും അവർ ടിവിയുടെ മുമ്പിലിരുത്തിയാൽ അവർ ഒരു പ്രശ്നമില്ലാതെ ആ ടിവിയിലെ ചലനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. ഇത് അവർ പഠിക്കുകയാണ്. ഭർത്താവല്ലാത്തൊരു ബന്ധം തെറ്റല്ല, ഭാര്യയെ കൂടാതൊരു ബന്ധം അത് തെറ്റല്ല. കാരണം എല്ലാ ദിവസവും മാതാപിതാക്കളും എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണുന്ന സീരിയലിലെ കഥകൾ അങ്ങനെയാണ്. അങ്ങനെ ആ സംസ്കാരം കുട്ടിയെ സ്വാധീനിക്കുകയും അവൻ അല്ലെങ്കിൽ അവൾ വളർന്നു വരുമ്പോൾ ഈ രീതിയിൽ അവൾ പോയാൽ പിന്നെ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിനുള്ളൊരു ഇസ്ലാം അങ്ങനെയാണല്ലോ. ഇസ്ലാം വ്യഭിചാരത്തെ നിഷിദ്ധമാക്കിയപ്പോൾ പുരുഷന്മാർക്ക് 4 വരെ വിവാഹം കഴിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തത് അതുകൊണ്ടല്ലേ. ഭർത്താവ് മരിച്ചു പോയവർ, യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവർ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഒരു വ്യഭിചാരം പോലെയുള്ള സാമൂഹിക അനാചാരം മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് കഴിവുള്ളവർക്ക് ഒരേപോലെ എല്ലാവരെയും പരിഗണിക്കാൻ മനസ്ഥൈര്യമുള്ളവർക്ക് 4 വരെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞത് ഇതിനെ ഒഴിവാക്കാനാണ്. അപ്പം നമ്മളിവിടെ ടിവിയിലുള്ള ഇത്തരത്തിലുള്ള അധമ സംസ്കാരങ്ങൾ പ്രചരിപ്പിക്കുകയും കാണുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ നല്ലതാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അവരോട് എല്ലാ ദിവസവും ഒരു ഖുർആനിൻ്റെ ആയത്ത് കാണാതെ പഠിക്കാൻ പറയാം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും നാളെ SSLCയുടെ പരീക്ഷയാണെങ്കിലും
അത്തരത്തിൽ പൂർണ്ണമായും അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയും അവൻ്റെ കൽപ്പനകളോട് വിധേയത്വവുമുള്ള ഒരു സമൂഹമാക്കി നമ്മുടെ കുട്ടികളെ മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞതുപോലെയുള്ള ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലദീ ഹിയ അഖ്വം, ഏറ്റവും നന്നായതിലേക്ക്, അതിവിടെ മാത്രമല്ല, നമ്മുടെ ഈ ജീവിതത്തിൽ മാത്രമല്ല, പാരത്രിക ജീവിതത്തിലും, ഇത് നശ്വരമായ ജീവിതം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാവുന്ന, ഇല്ലാതായി പോകാവുന്ന ഇവിടുത്തെ ഒരു ജീവിതത്തിനപ്പുറം അനശ്വരമായ ഒരു ജീവിതത്തിലേക്കുള്ള ആ യാത്രയിൽ സ്ഥൈര്യത്തോടെ ധീരതയോടെ നാളെ നിൽക്കാനും അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന അസുലഭ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുന്ന അപൂർവ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുവാനും ഈ ഓരോ വചനങ്ങളും ഓരോ പ്രവാചകചര്യയും അവധാനതയോടെ അനുധാവനം ചെയ്യും എന്നുള്ള ഒരു പ്രതിജ്ഞയോടെ ആയിരിക്കട്ടെ നമ്മുടെ ഈ കുടുംബസംഗമവും ഇതിനു ശേഷമുള്ള നമ്മുടെ ഓരോ പ്രവർത്തനവും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ദൗത്യം, ഈ ഒരു സംഗമം, അത് വലിയ ഒരു അനുഗ്രഹപൂർണമായ ഒരു കാര്യമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കട്ടെ. നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അതേപോലെ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും അവൻ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുള്ള ലഘു പ്രാർത്ഥനയോടുകൂടി ഈ സംരംഭം, ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചത് മജീദിക്കയാണ്. മജീദിക്കയെക്കുറിച്ചൊരു വാക്ക് പറയാതിരുന്ന മോശമാണ്. കാരണം നിങ്ങളുടെ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാൻ വന്ന ഞാൻ എൻ്റെ കുടുംബസംഗമം ഒഴിവാക്കിയിട്ടാണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വരെ വന്നത്. കാരണം ആകെ അവധി ദിവസങ്ങളിലാണ് ഞാൻ വീട്ടിൽ പോകാറുള്ളത്. ഞാൻ സെക്കൻഡ് സൺഡേ ആണെന്ന് ഓർത്തില്ല. എന്നിട്ട് മജീദൊക്കെ എന്നെ വിളിച്ചു ചോദിച്ചു, 13-ാം തീയതി ഒരു പരിപാടിയുണ്ട്, പങ്കെടുക്കാമോ? ഞാൻ പറഞ്ഞു, നിൽക്കുക, സെക്കൻഡ് സാറ്റർഡേ സൺഡേ ആണ്, വീട്ടിൽ പോകുന്ന ദിവസമാണ്. അപ്പോൾ അടുത്ത മജീദക്കാരുടെ വാക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞാനെന്താ പറയുക? ഞാനിന്നൊരു അവധി ദിവസമായിട്ട് ഞാൻ ഇന്നലെ രാത്രി വന്നതാണ്. കാരണം നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രയോഗ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ സാധാരണക്കാരിൽ ഇസ്ലാം കൂടും, സർക്കാർ ഉദ്യോഗസ്ഥന്മാരിലും കച്ചവടക്കാരിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉള്ളവരിൽ ഇസ്ലാം കുറഞ്ഞു വരുന്നു. അപ്പോൾ അത് പിന്നെ നമ്മൾ അറിഞ്ഞ് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക. ഇപ്പോൾ എല്ലായിടത്തും ഞാൻ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇപ്പോൾ സലഫികൾ തന്നെ എത്രയോ വിഭാഗമായി മാറിയിരിക്കുന്നു. ഓരോരുത്തരുടെയും പരിപാടിക്ക് ധാരാളം ആളുകളാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ഇത്രയും ആളുണ്ടായിട്ടും എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മത്തൻ വസത്തയായി മാറാൻ കഴിയുന്നില്ല? ഈ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോകാം. നമ്മുടെ എല്ലാ ആദർശത്തിൻ്റെ ആ അവസാനത ഏറ്റവും പ്രകടമായത് ഈ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ മക്കളുടെ വിവാഹം വരുമ്പോഴാണ്. ഞങ്ങളൊക്കെ ഇപ്പം പത്തനംതിട്ടയിൽ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഈ ആദർശമൊക്കെ പറഞ്ഞിട്ട് വിവാഹം വരുമ്പോൾ പെൺവീട്ടുകാർ വിളിച്ചു ചോദിക്കുകയാണ്, അയാളിപ്പോൾ മുജാഹിദിലൊന്നും ഇല്ലേ? കാരണം നമ്മുടെ ഡിമാൻഡിൻ്റെ കാഠിന്യം കാരണം മറ്റൊരു സ്ഥലത്തെ സലഫിയായ പിതാവ് വിളിച്ച് ഞങ്ങളുടെ നാട്ടിലെ, ഇപ്പം എൻ്റെ പിതാവ് ജീവിച്ചപ്പോൾ എൻ്റെ പിതാവിനോട് ചോദിച്ചതാണ്, ഇന്നയാളിപ്പോൾ സലഫികളിലൊന്നും ഇപ്പോൾ മുജാഹിദ് ഒന്നും അല്ലേ, മുജാഹിദ് ആദർശത്തിലല്ലേ? അദ്ദേഹം ഇപ്പോഴും മുജാഹിദ് ആദർശത്തിൽ തന്നെയാണ്. പക്ഷെ മകൻ്റെ വിവാഹം വന്നപ്പോൾ സ്ത്രീധനത്തിൻ്റെ വിഷയത്തിൽ പിടിവിട്ടു പോവുകയാണ്. നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് നമുക്കൊരു ഉറപ്പും വേണം, ഒരു ഉളുപ്പും വേണം. എത്രയോ ആളുകൾ സ്ത്രീധനം വാങ്ങിക്കാതെ വിവാഹം കഴിച്ച് അവരൊക്കെ PSC പരീക്ഷ എഴുതുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം നമുക്ക് കാണുന്ന രീതിയിൽ എൻ്റെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ആ പയ്യനൊന്നുമില്ല, ഒരു ജോലിയില്ല. അവൻ ജാമിയ നദവിയയിൽ നിന്ന് പഠിച്ച ഡിഗ്രി മാത്രം. അവനൊരു പാവം പിടിച്ച പെൺകുട്ടിയെ വിവാഹം ആലോചിക്കുകയാണ്. അവർക്കുമൊന്നും കൊടുക്കാനില്ല. 2 വർഷത്തോളം വളരെ ബുദ്ധിമുട്ടി അവർ ജീവിച്ചു. അപ്പോഴാണ് അള്ളാഹുവിന് ഒരു ക്ഷമയോടെ, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെ ഉണ്ടെന്നുള്ള തെളിയിച്ചുകൊണ്ട് അവൻ്റെ PSC പരീക്ഷയിൽ അവന് റാങ്ക് കിട്ടി. അവനിപ്പോൾ ജോലി വാങ്ങി, HSA ആണ്. എത്ര രൂപ ശമ്പളം? 40,000-40,000 രൂപ ശമ്പളം. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് നമുക്കൊരു ഉറപ്പുമില്ല. നമ്മൾ സലഫികളാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്കൊരു ഉളുപ്പും കൂടി വേണം. നമ്മുടെ ആ മാന്യതയൊക്കെ പുലർത്തി മറ്റുള്ളവർക്ക് ആകണമെന്നുള്ള രീതിയിൽ. ഇനി എൻ്റെ ഒരു ബന്ധുവിൻ്റെ വിവാഹം, അതും കൂടെ ഞാൻ പറയാം, നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി അനുഭവമാണ് പറയുക. വ അസാ അൻ തക്റഹു ഷൈഅൻ വഹുവ യുഹിബ്ബുൽ ലക്കും വ അസാ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ഷർറുൽ ലക്കും. ചില കാര്യങ്ങൾ നമ്മൾ നന്മയാണെന്ന് വിചാരിക്കുന്നത് ദോഷമാണ്, നമ്മൾ ദോഷമാണെന്ന് വിചാരിക്കുന്നത് നന്മയാണ്. അല്ലാഹു യഅലമു അൻതല്ലാ തഅലം. അൽ ബഖറയിലെ 116-ാമത്തെ വാചനത്തിൽ പറയുന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ ഇത് എന്താ ഇങ്ങനെയെന്ന് നമ്മൾ, എൻ്റെ ഒരു സഹോദരിയുടെ വിവാഹം നിശ്ചയിച്ച് സമയം
പ്രളയം വന്നു. നമ്മളൊക്കെ വിചാരിച്ചു എന്തൊരു കഷ്ടപ്പാടാണ്, എത്രയാളുടെ സമ്പത്തൊക്കെ പോയി. അപ്പോൾ പ്രളയം കഴിഞ്ഞിട്ട് കല്യാണം ഡേറ്റ് നിശ്ചയിക്കാൻ വേണ്ടി പിന്നെ കൊച്ചിൻ്റെ സഹോദരനും പിതാവും കൂടി പയ്യൻ്റെ വീട്ടിലേക്ക് പോയി. നേരത്തെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ പിതാവ് വരുന്നു. രണ്ടാളും ഡോക്ടറുമാണ്, നോക്കിക്കോണം. ഇവരെ കണ്ടവരോടൊരു സലാം പറയാതെ, നിങ്ങളെപ്പോൾ വന്നു, ഒത്തിരി നേരമായോ എന്ന് ചോദിക്കാതെ നേരെ അടുക്കളയിലോട്ട് പോയിട്ട് അവിടെ നിന്ന ബ്രോക്കർ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, ഇവർ 25 ലക്ഷം തരാമെന്നല്ലേ പറഞ്ഞത്? അവർ അച്ചാരത്തിന് 5 കൊണ്ടുവന്നുള്ളൂ. ഇത്രയായിട്ട് നിശ്ചയം പിന്നെ കല്യാണത്തിൻ്റെ ദിവസം നിശ്ചയിക്കാൻ പോയതാ. അപ്പോൾ ആ പിതാവ് പറഞ്ഞു, ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന് എന്നെ വിളിച്ചു ചോദിച്ചു. ഞാൻ ചോദിച്ചു, അങ്ങനെ ഒരു അപമാനവും ഇങ്ങനൊരു ബാർഗെയിനിങ് ഉണ്ടെങ്കിൽ അത് വേണ്ട. നിശ്ചയത്തിൻ്റെ ദിവസം 5 കൊടുത്തത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് പരാതി വന്നപ്പോൾ തന്നെ ഈ പെൺകുട്ടി പറഞ്ഞു വേണ്ട. അങ്ങനെ വിവാഹം നടന്നില്ല. അപ്പം ഞാൻ ആലോചിച്ചു, എത്ര ഹൈറായിപ്പോയി അത്. കാരണം ഇപ്പോൾ അച്ചാരം കൊടുത്ത പൈസ തിരിച്ചു കൊടുക്കാനില്ല. അപ്പോൾ നമ്മുടെ കഴിവിനപ്പുറം എൻ്റെ മകൻ ഡോക്ടറായിപ്പോയി. ഇപ്പം പലപ്പോഴും മകൻ ഡോക്ടറായെങ്കിൽ നമ്മളൊക്കെ എന്തോ രാജാവിനെ പോലെയാണ്, ചക്രവർത്തിയെ പോലെയാണ്. വലിയ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ അല്ലെങ്കിൽ അതേപോലെയുള്ള മഹാന്മാരായ ചക്രവർത്തിയെ പോലെയാണ്. അവരാദ്യം പറയുന്നത്, നിങ്ങൾ വന്ന് ഞങ്ങളുടെ വീട് കണ്ടിട്ട് തീരുമാനിക്കാം. ഞങ്ങളുടെ വീട് കാണുമ്പോൾ ഈ വലിയ വിശാലമായ പറമ്പും കൊട്ടാര സമാനമായ വീടും ഈ വീടിനുള്ള സൗകര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ബാക്കി കാര്യം സംസാരിക്കാം. അങ്ങനെയാണോ ഇസ്ലാം? അങ്ങനെയാണോ പഠിപ്പിച്ചത്? പെൺകുട്ടിയുടെ ദീൻ, പിന്നെ അവളുടെ കുലമഹിമ, സൗന്ദര്യം, അങ്ങനെയുള്ള മാനദണ്ഡങ്ങളല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? എവിടെ പോയി നിൽക്കുന്നു ഈ സമുദായം? അപ്പം നമ്മൾ കുറച്ചാളുകൾ മാത്രം മാറ്റമല്ല, മൊത്തം മുസ്ലിം സമുദായം മൊത്തത്തിൽ മാറി. അങ്ങനെ സമൂഹത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാതൃകയായി മാറത്തക്ക രീതിയിലുള്ള ഒരു മാറ്റത്തിന് നമ്മുടെ ഈ സംഗമം, നമ്മുടെ ഈ ഖുർആൻ പഠനവേദി കാരണമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബസംഗമം, പൂതപ്പാറ QLS കുടുംബസംഗമം ഔപചാരികമായി സർവാധിനാഥനായ പടച്ചതമ്പുരാൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.